ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ വിഷമത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ദുഃഖകരമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റ് കൊണ്ട് എൻ്റെ ചാനൽ ഇപ്പോൾ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. അതായത് ചാനൽ ഫ്രീസ് ആയിരിക്കുകയാണ്. ആ തെറ്റെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വ്യൂസ് ഈ തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിനി ആ തെറ്റുകൾ ചെയ്യാതിരിക്കാനും അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഈ 2-3 കാര്യം ചെയ്താൽ നമ്മുടെ ചാനൽ എന്തായാലും ഫ്രീസ് ആവും. കാരണം ഞാൻ ഇപ്പോൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനഃപൂർവ്വം ഒരു പ്രത്യേക സാഹചര്യത്തെ അങ്ങനെ ചെയ്ത് പോയി. അത് കാരണത്തിന് ഇപ്പോൾ ഭയങ്കര ഒരു അനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് 500ൻ്റെ മേലെയും ഒക്കെ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു 5-6 വീഡിയോസിന് ഇപ്പോൾ എന്താണ്, എനിക്ക് വ്യൂസ് എന്ന് പറയുമ്പോൾ 50-ന് താഴെ, അതല്ലെങ്കിൽ 20 വ്യൂസ്, 30 വ്യൂസ് ഇങ്ങനത്തെയൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇന്ന തെറ്റ് ചെയ്ത കാലത്ത് എൻ്റെ ചാനൽ എന്തായി ഫ്രീസായി പോയത്. അപ്പം പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച് ഒരു വീഡിയോ ചെയ്യാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂസിനും ഈ ഒരു പ്രശ്നം വരരുത് എന്ന് വിചാരിച്ചിട്ട് ഞാനെത്തിയത് ഈ വ്യൂസ് ചെയ്ത്. കാരണം എനിക്ക് 500ൻ്റെ മേലൊക്കെ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു, ഒരു ആവറേജ് വ്യൂസ്. ഞാൻ നല്ല രീതിയിൽ വൈറലാവുമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോസിന് വരെ എനിക്ക് 20-30 വ്യൂസ് ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയാൽ തന്നെ അറിയാം. പഴയ വീഡിയോസൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 4-5 മാസം മുമ്പിട്ട്, ഒരു മാസം മുമ്പ് വിട്ട് വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാം 500ൻ്റെ മേലെ വ്യൂസ്, 1K വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടോ. പക്ഷേ ഈ ഒരാഴ്ച 2-3 ആഴ്ചയിലിട്ട വീഡിയോസ്, 2-3 ദിവസം മുമ്പിട്ട വീഡിയോസൊക്കെ ഒന്ന് നോക്കി അറിയാം 20 വ്യൂസ്, 30 വ്യൂസ്, 50 വ്യൂസ്, 60 വ്യൂസൊക്കെ. അപ്പോൾ ഞാൻ ചെയ്ത ആ തെറ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വരരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ 2-3 കാരണത്താലാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആകാൻ കാരണം. അപ്പോൾ ഇനി ഇത് ഞാൻ അൺഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. കാരണം 1-2 ആഴ്ച നല്ല കൺസിസ്റ്റൻസിലായിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമാണ് എനിക്ക് പഴയതുപോലെ എൻ്റെ വീഡിയോ എന്ത് ചെയ്യും, കൂടുതൽ പേർക്ക് റെക്കമെൻഡ് അയക്കുകയും കൂടുതൽ വ്യൂസൊക്കെ വരുള്ളൂ. ഇപ്പോൾ 2-3 കാരണങ്ങളിൽ അതിൽ ഫസ്റ്റ് കാരണമാണ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പോകരുത്. അതായത് തംബ്നെയിൽ ആയാലും അതിൻ്റെ ടൈറ്റിലായാലും ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പോകരുത്. ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്ത ചാനൽ ഫ്രീസ് ആവും. ഇത് ഞാൻ ചെയ്തൊരു വളരെയധികം മിസ്റ്റേക്കായിരുന്നു. കാരണം എനിക്ക് വ്യൂസ് വരുന്നില്ല എന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചെയ്തു, വീഡിയോ പബ്ലിക്കാക്കിയ വീഡിയോ ഞാൻ ചെയ്തു ടൈറ്റിൽ അങ്ങ് ചേഞ്ച് ചെയ്തു. ഈ ചേഞ്ച് ചെയ്തതോടുകൂടി എൻ്റെ വീഡിയോസിൽ വ്യൂസ് വല്ല നിന്നു. അപ്പോൾ എന്താണ്, നമ്മളെ വീഡിയോ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നമ്മളെ പബ്ലിക് ആക്കിയതിന് ശേഷം നമ്മൾ വീഡിയോൻ്റെ തംബ്നെയിൽ മാറ്റുകയോ അതല്ലെങ്കിൽ വീഡിയോ ടൈറ്റിലൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൽ ചേഞ്ച് കൊണ്ടുവന്നാൽ നമ്മുടെ വീഡിയോൻ്റെ റെക്കമെൻഡേഷൻ അയക്കുന്നത് യൂട്യൂബ് നിർത്തുകയും അങ്ങനെ ആ വ്യൂസ് ചാനൽ ഫ്രീസ് ആക്കാനും കാരണമുണ്ടോ. കാരണത്താ യൂട്യൂബ് ഈ ഓൾറെഡി ഒരു തംബ്നെയിലും ഈ ടൈറ്റിലും വീഡിയോ പല പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ആ റെക്കമെൻഡേഷനിലൊക്കെ നിർത്തിച്ച് നമ്മുടെ വ്യൂസൊക്കെ നിർത്തിച്ചു. രണ്ടാമത്തെ കാരണമാണ്, നമ്മളെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും. കാരണം ഇത് ഓൾറെഡി ഈ വീഡിയോ പലർക്കും റെക്കമെൻഡ് ചെയ്ത് എല്ലാവർക്കും എത്തിയിട്ടുണ്ടാവും. പിന്നീട് അവർ എടുത്ത് നോക്കുമ്പോൾ ഈ വീഡിയോ കാണില്ല, ഒന്നെങ്കിൽ ഇത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വ്യൂസ് കിട്ടില്ല, നമ്മുടെ ചാനൽ എന്താവും ഫ്രീസ് ആവും. ഈ ഒരു 2-3 കാലത്തെ നമ്മുടെ ചാനൽ എന്തായാലും ഫ്രീസ് ആയിരിക്കും. ഒന്നാമത് തംബ്നെയിൽ ചേഞ്ച് ചെയ്യുക, ടൈറ്റിൽ മാറ്റുക, അതുപോലെ തന്നെ അൺലിസ്റ്റോ ഡിലീറ്റ് ഒക്കെ ചെയ്ത് വെക്കുന്ന കാരണത്താൽ നമ്മുടെ ചാനൽ എന്താവും ഫ്രീസ് ആയിരിക്കും. ഇതിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, വീഡിയോ ചെയ്യുന്ന ഇടയിൽ ഞാൻ വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അങ്ങ് ടൈറ്റിൽ അങ്ങ് ചേഞ്ച് ചെയ്തു. ഈ ഒരു ചേഞ്ച് ചെയ്തതോടുകൂടി എൻ്റെ 2-3 വീഡിയോസ് അങ്ങ് ഫ്രീസായി. പിന്നീട് അതിന് വ്യൂസേ വരുന്നില്ല. അപ്പോൾ ഈ തെറ്റ് ചെയ്ത് ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനും വരരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കിയതിന് ശേഷം ഇങ്ങനെ വല്ല തെറ്റും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് നിർത്തിക്കോ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഫ്രീസ് ആവും. പിന്നീട് അത് അൺഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആരും ഈ ഒരു തെറ്റുകൾ ചെയ്യാതിരിക്കുക. മാക്സിമം പബ്ലിക് ആക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, എല്ലാം നല്ല അടിപൊളി ടൈറ്റിലും തംബ്നെയിലൊക്കെ കൊടുത്തിട്ട് പബ്ലിക് ആക്കുക. പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ പോവാതിരിക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം എന്തായാലും ഈ വീഡിയോസ് എത്ര പേർക്ക് റെക്കമെൻഡ് പോകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും മാക്സിമം എല്ലാവരും ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്തിട്ട് ഈ വീഡിയോ ആണെങ്കിലും
കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് എത്തിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പോഴത്തെ മാക്സിമം എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വരാം. അതുവരെയും സൈനിങ് ഓഫ്.